നമസ്കാരം. ഇന്നലെ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ശബരിമല തന്ത്രി രാജീവ് ഖണ്ഡരെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത രീതി തന്നെ വളരെ രസകരമാണ്. ആദ്യം അദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നു, മുമ്പ് അദ്ദേഹത്തിൻ്റെ മൊഴിയെടുത്തതിൽ ഒപ്പിടണമെന്ന് പറയുന്നു. അങ്ങനെ വിളിച്ചു വരുത്തിയ ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ആദ്യം കസ്റ്റഡിയിൽ എടുക്കുന്നു എന്ന് അറിയിക്കുന്നു. പിന്നീട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത ശേഷം വൈദ്യപരിശോധന നടത്തുന്നു. വൈദ്യപരിശോധന നടത്തിയ ശേഷം വിജിലൻസ് കോടതി ഹാജരാക്കുന്നു. വിജിലൻസ് കോടതി അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്നു. ഇതുവരെ 11 പ്രതികളെയാണ് മൊത്തം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് തന്ത്രി രാജീവ് ഖണ്ഡരൻ. അത് വന്ന ശേഷം പിന്നീടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് കൃത്യമായുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നത്. അദ്ദേഹത്തിൻ്റെ അറസ്റ്റിന് കാരണമായിട്ടുള്ളത് ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, പൊതുസ്വത്തിൻ്റെ അപഹരണം, ദുരുപയോഗം തുടങ്ങിയുള്ള കാര്യങ്ങൾക്കാണ്. ADGP വെങ്കടേഷ് ആണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അവസാനം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഈ കേസിൽ ഉൾപ്പെടുത്തുകയും ചെയ്തത്. എന്നാൽ അതിനുശേഷം വന്ന വിവാദങ്ങൾ വളരെ രസകരമാണ്. ആ രസകരമായ ഒരു വിവാദത്തെപ്പറ്റി പറയുന്നത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. രാഹുൽ ഈശ്വർ കൃത്യമായി അതിനെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. തന്ത്രി ചെയ്ത കുറ്റം എന്താ? നമുക്ക് ഏറ്റവും പ്രമുഖമായ ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ട് ഒന്ന് എടുക്കാം. അതായത് ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടിൽ വളരെ വിശദമായിട്ട് തന്നെ SITയുടെ നിർണായക കണ്ടെത്തൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. SITയുടെ നിർണായക കണ്ടെത്തൽ എന്ന് വായിക്കാം. ശബരിമല സ്വർണ്ണ കേസിൽ തന്ത്രി കണ്ഠര രാജീവനെ അറസ്റ്റ് ചെയ്യപ്പെടില്ലെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മുൻകൂർ ജാമ്യം നേടുന്നത് തടഞ്ഞ SIT തന്ത്രപരമായ നീക്കമാണ് നടത്തിയത്. ശബരിമല സ്വർണ്ണ കേസിൽ തന്ത്രി കണ്ഠര രാജീവരെ അറസ്റ്റ് ചെയ്യപ്പെടില്ലെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മുൻകൂർ ജാമ്യം നേടുന്നത് തടഞ്ഞ SIT തന്ത്രപരമായ നീക്കമാണ് നടത്തിയത്. പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതും സ്വർണം കടത്തിയതിലും തന്ത്രിക്ക് പങ്കുണ്ടോ? ? ഇനിയാണ് നമ്മൾ വായിക്കേണ്ടത്. ശബരിമല സ്വർണ്ണ കേസിൽ താൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് കണ്ഠര രാജീവര് നേരത്തെ മനസ്സിലാക്കിയിരുന്നതായി വിവരം. ഹൈക്കോടതിയിൽ SIT നടത്തിയ വെളിപ്പെടുത്തലാണ് തന്ത്രിയെ ജാഗ്രതയിലാക്കിയത്. എന്നാൽ തന്ത്രി രക്ഷപ്പെടാനുള്ള വഴി തേടുമെന്ന് മനസ്സിലാക്കിയ SIT നീക്കങ്ങൾ വൈകിപ്പിച്ചാണ് ഇപ്പോഴത്തെ അറസ്റ്റിലേക്ക് എത്തിച്ചത്. പോറ്റിയുടെ പവർ, തന്ത്രിയുടെ കുറ്റം എന്താണെന്ന് അറിയണമല്ലോ. പോറ്റിയുടെ പവർ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശക്തനാക്കിയത് തന്ത്രിയാണെന്നാണ് പുറത്തു വരുന്നത്. ഇന്ത്യയുടെ നീതിന്യായ വകുപ്പിൽ ഏത് വകുപ്പാണത്? പോറ്റിയെ ശക്തനാക്കിയത് തന്ത്രിയാണെന്നാണ് വരുന്നത്. പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതിൽ മുഖ്യ പങ്ക് കണ്ഠര രാജീവർക്കാണെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. 2007 കീശാന്തിയുടെ കൂടെ നിൽക്കുന്ന ഒരാളായിട്ട് ഇയാളെ കൊണ്ടുവന്നതിന് കണ്ഠര രാജീവർക്കാണെന്ന് ഇരിക്കട്ടെ. അതുകൊണ്ട് എന്താ 2019 പോറ്റി നടത്തിയ ഒരു കള്ളത്തരത്തിനോ ഇനി 2035 പോറ്റി ഒരു ശബരിമലയിൽ ഒരു കള്ളത്തരം നടത്തുവാറെന്നിരിക്കട്ടെ, ഇപ്പോ അല്ല 35 ആദ്യം കൊണ്ടുവന്ന ആൾക്കാണ് അതിന്റെ ഉത്തരവാദിത്വം. എന്തുതരം ലോജിക്കാണ്? പോറ്റി ശാന്തിക്കാരനായി ജോലി ചെയ്ത ബംഗളൂരുവിലെ ക്ഷേത്രത്തിലെ തന്ത്രി മുഖ്യൻ കണ്ഠര രാജീവരായിരുന്നു. ആണ്, ശരിയാണ്. അതുകൊണ്ട് ഈ ബന്ധമാണ് ശബരിമലയിൽ പോറ്റിയുടെ കീഴ്ശാന്തിയുടെ പരികർമ്മിയായി നിയമിക്കാൻ കാരണമായത്. കറക്റ്റ് ആണ്. അതുകൊണ്ട് പോറ്റി പിന്നീട് എന്ത് കള്ളത്തരം കാണിച്ചാലും കണ്ഠര രാജീവർക്ക് അതിൽ പങ്കുണ്ടോ? ഈ നാട്ടില് എന്താ സംഭവിക്കണേ? തീർന്നില്ല. ശബരിമലയിൽ നിന്ന് വരുന്ന ധാരാളം ആൾക്കാരെ തന്ത്രിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ഒരാളെ പരിചയപ്പെടുത്തി കൊടുത്താൽ അത് വലിയൊരു തെറ്റാണോ? എന്നാൽ ഒരു ഘട്ടത്തിൽ ആരോപണ വിധേയനായി പോറ്റി ശബരിമലയിൽ നിന്ന് പോയെങ്കിലും തന്ത്രിയുടെ ഇടപെടലിലൂടെ ഇദ്ദേഹം തിരിച്ചെത്തി. അത് ഏതെങ്കിലും രീതിയിൽ പോയി പുള്ളി കുറ്റക്കാരനാണെന്ന് കണ്ടില്ല, തിരിച്ചു വന്നു. എന്താ എന്റെ കാര്യം? ഇനിയും പൂജാവിധികളിലും മറ്റ കാര്യങ്ങളിലും അവസാന വാക്ക് തന്ത്രിയുടേതാണ്. അതുകൊണ്ട് സ്വർണ്ണപ്പാളി പുറത്തു കൊണ്ടുപോയതിന് തന്ത്രിയുടെ അനുമതി ഉണ്ടായിരുന്നു എന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രശാന്ത് പറഞ്ഞതിന്റെ കാരണവും ഇതാണ്. അതുകൊണ്ട് ആ പാളി എടുത്തോണ്ട് പോയി കള്ളത്തരം കാണിച്ചതല്ലേ പ്രശ്നം. അതായത് നിങ്ങൾ അറിഞ്ഞിരിക്കാനാണ് 2 കാര്യങ്ങൾ അറിയേണ്ടത്. ഒരു അമ്പലത്തിൽ ആചാരപരവും അഡ്മിനിസ്ട്രേറ്റീവുമായിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. ഇതിൽ ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമേ തന്ത്രിക്ക് അധികാരവും അവകാശവും ഉള്ളൂ. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവിടുത്തെ ദേവസ്വം ബോർഡാണ്. ഉദാഹരണം, തന്ത്രിക്ക് ഏത് പൂജ ചെയ്യണമെന്ന് പറയാം, പക്ഷേ ആ പൂജയ്ക്കുള്ള പൂക്കൾ മേടിക്കുന്നത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡ് ആ പൂക്കൾ മേടിക്കുന്നതിന് അഴിമതി കാണിച്ചു കഴിഞ്ഞാൽ തന്ത്രി ഗൂഢാലോചനയിൽ പങ്കാളിയാവുമോ? തന്ത്രി പൂജ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഞങ്ങൾ പൂക്കൾ മേടിച്ചത്. എന്ത് തരം ലോജിക്കാണ്? തന്ത്രിയുടെ പങ്ക് കണ്ടെത്താൻ ഗവേഷണം തന്നെ നടത്തി എന്നാണ് SIT പറയുന്നത്. ഏത് ഗവേഷണം? തന്ത്രിക്കെതിരെ തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെ നിയമപരമായ കേസിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമോ എന്ന ചോദ്യം പ്രസക്തമായിരുന്നു. എന്നാൽ തന്ത്രിക്ക് സർക്കാർ ശമ്പളം നൽകുന്നതിനാൽ അദ്ദേഹത്തെ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് കണ്ടെത്തി. എത്ര ദുർബലമായ വകുപ്പാണെന്ന് നോക്കണം. തന്ത്രിക്ക് കൊടുക്കുന്ന ദക്ഷിണ സർക്കാരിന്റെ ഭാഗത്ത് പോകുന്നതുകൊണ്ട് അഴിമതി നിരോധന വകുപ്പിന്റെ പേരിലാണ് തന്ത്രി അറസ്റ്റ് ചെയ്യുന്നതാണ് ഏഷ്യാനെറ്റ് പറയുന്നത്. തന്ത്രിയെ പഴുതടച്ച് അറസ്റ്റ് ചെയ്യാൻ ചെയ്തു. സാക്ഷി എന്നോണം നിരന്തരം ബന്ധപ്പെട്ടു. അങ്ങനെ അവസാനമാണ് തന്ത്രിയിലേക്ക് ഇത് എത്തിച്ചത്. എന്ത് കാര്യമാണ്?
എന്തായാലും റിമാൻഡ് റിപ്പോർട്ട് വരട്ടെ, അതിൽ കൂടുതൽ പങ്ക് വരുള്ളൂ. ഒറ്റ കാര്യം നോക്കിയാൽ മതി, തന്ത്രി യഥാർത്ഥത്തിൽ എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയുന്നത്. എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. തന്ത്രിക്ക് പോറ്റിയെ അറിയായിരുന്നു. പോറ്റിയെ എത്രയോ പേർക്ക് അറിയാം. മുഖ്യമന്ത്രിക്ക് അറിയാം, ശ്രീമതി സോണിയാഗാന്ധിക്ക് അറിയാം, ബാക്കി ഒരുപാട് കോൺഗ്രസ്, BJP, CPI നേതാക്കൾക്ക് അറിയായിരിക്കും, അവരോടൊപ്പമുള്ള ഫോട്ടോ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തെറ്റാണോ? 2007 പോറ്റി വന്നു എന്ന്, ശബരിമല വന്നു എന്ന് പറഞ്ഞ് 2019 ചെയ്തൊരു കള്ളത്തരത്തിന് 2007 കൊണ്ടുവന്ന തന്ത്രിക്ക് എന്ത് റോളാണുള്ളത്? പക്ഷെ യഥാർത്ഥത്തിൽ അതൊന്നും അല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ കേസിന്റെ ശ്രദ്ധ മാറ്റാനും കേസിന്റെ ഫോക്കസ് മാറ്റാനും വളരെ ബോധപൂർവമായ ശ്രമം നടക്കുക. എന്തായാലും ഞാൻ എഴുതിയിട്ടൊരു കാര്യം, അയ്യപ്പ ധർമ്മസേന അടക്കമുള്ള അയ്യപ്പ ഭക്തജന സംഘടനകളും മറ്റ് വിശ്വാസികളോടും ഒക്കെ സംസാരിച്ചു. തന്ത്രി ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ വെച്ച് തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനോ കൊടുക്കാനോ ഉള്ള കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു വിവാദത്തിലും ഉൾപ്പെട്ടിട്ടില്ലാത്ത വ്യക്തിയാണ് ബ്രഹ്മശ്രീ കണ്ഠര് മഹേശ്വർ. ഒരു കുറ്റവും പഴിയും കേൾപ്പിച്ചിട്ടില്ല. അതായത് കണ്ഠര് മോഹനന്റെ കാലത്ത് ഒരു വിവാദമെങ്കിലും ഉണ്ടായിരുന്നു. അവസാനം അദ്ദേഹവും നിരപരാധിയാണെന്ന് ഹൈക്കോടതി പറയുകയുണ്ടായി, അദ്ദേഹം കുടുക്കിയതാണെന്ന് പറയുകയുണ്ടായി. ഹൈക്കോടതിയുടെ 9 ഇടക്കാല വിധിന്യായങ്ങളിൽ ഒന്നിൽ പോലും ബ്രഹ്മശ്രീ കണ്ഠര് രാജീവ് അവർകളെ കുറിച്ച് ഒരു നെഗറ്റീവ് പരാമർശമില്ല. തന്ത്രിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായ കാര്യങ്ങളിലും ഒരു ഉത്തരവാദിത്വവുമില്ല. വിശ്വാസം, ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് അധികാരം, ഉത്തരവാദിത്വം. അതെ, രാഹുൽ ഈശ്വർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അഡ്മിനിസ്ട്രേറ്റർ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട, അതെ ദേവസ്വം ബോർഡ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഉത്തരവാദിത്വം ഈ പറയുന്ന തന്ത്രിക്കില്ല. പിന്നെ എങ്ങനെയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത്? ഇവിടെയാണ് വലിയ ടെസ്റ്റ് നടന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് മനോരമയുടെ ഫ്രണ്ട് പേജിൽ തന്നെ ഒരു വാർത്തയുണ്ട്. അതായത് മുമ്പ് SIT ഹൈക്കോടതിയെ അറിയിച്ചത് രാജീവ് കണ്ഠരുടെ കാര്യത്തിൽ, തന്ത്രിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു ബന്ധവും അല്ലെങ്കിൽ ഏതെങ്കിലും അദ്ദേഹത്തെ ഇതിൽ പ്രതിയാക്കാവുന്നത് യാതൊരു തെളിവുകളുമില്ല എന്നുള്ളതാണ്. അത് അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു ദിവസം എന്തിനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്? ഇവിടെയാണ് ദുരൂഹത വർദ്ധിക്കുന്നത്. അതായത് ഈ അന്വേഷണം കംപ്ലീറ്റ് അട്ടിമറിച്ച് പ്രധാനപ്പെട്ട പ്രതികളായി വരേണ്ട മന്ത്രി, അതേപോലെ മുഖ്യമന്ത്രി, ഇവരിൽ നിന്ന് കേസ് അട്ടിമറിച്ച് മുന്നോട്ട് പോകുന്നതിന് ഭാഗമായിട്ടാണ് ഈ ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന നിലയിൽ തന്ത്രി രാജീവ് കണ്ഠരെ അറസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി കേസ് അന്വേഷണം വഴിമുട്ടും, ഇതോടെ എല്ലാ തരത്തിലും അന്വേഷണം അവസാനിപ്പിക്കും എന്നുള്ള വാദഗതികളും വരുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ഇനി അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പോണു, അന്ന് അദ്ദേഹത്തെ അറസ്റ്റിലാകുമെന്നുള്ള കാര്യമാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ അതിനുശേഷം ദേവസ്വം ബോർഡിൻ്റെ എപ്പോഴത്തെ ചാർജുള്ള ദേവസ്വം മന്ത്രി വാസവനെ ചോദ്യം ചെയ്യും, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള നിലപാടാണ് നേരത്തെ കേട്ടിരുന്നത്. ഇതുമാത്രമല്ല, അതിനുശേഷം നമ്മുടെ സാക്ഷാൽ കേരളത്തിൻ്റെ ദൈവമായിട്ട് പലരും ചിത്രീകരിക്കുന്ന കാരണഭൂതൻ പിണറായി വിജയനെ ചോദ്യം ചെയ്യും, അതുവഴി പിണറായി വിജയനെയും അറസ്റ്റ് ചെയ്യുമെന്നുള്ള വാർത്തകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും രക്ഷിക്കാൻ വേണ്ടി ഈ കേസ് അട്ടിമറിച്ചതാണെന്നുള്ള ആരോപണമാണ് ശക്തമായി വരുന്നത്. ഇതിനാസ്പദമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ യാതൊരു തെളിവുമില്ല രാജീവ് കണ്ഠർക്കെതിരെ എന്നുള്ളതാണ്. അദ്ദേഹം ഈ സ്വർണ്ണപ്പാളികളും അതേപോലുള്ള സംഭവങ്ങളും സ്വർണം പൂശാൻ വേണ്ടി പോകുമ്പോൾ മൗനാനുവാദം കൊടുത്തു എന്നാണ്. മൗനാനുവാദം ആക്ച്വലി അദ്ദേഹത്തിന് വേണ്ടത് എന്താണ്? ദേവൻ്റെ അനുമതി വാങ്ങാതെ താന്ത്രിക നടപടി പാലിക്കാതെയുമാണ് പാളികൾ കൈമാറുന്നതെന്ന് തന്ത്രി കണ്ഠര് രാജീവര് ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ ആചാരപരമായ കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കേണ്ട തന്ത്രി സ്വർണ്ണപ്പാളികൾ പോറ്റിക്ക് നൽകുന്നത് തടഞ്ഞില്ല എന്നുള്ള ആരോപണമാണ് പറഞ്ഞത്. ഇതിന് ആചാരലംഘനത്തിന് കൂട്ടുനിന്നു മൗനാനുവാദം. എന്താണ് മൗനാനുവാദം? അങ്ങനെ ഒരു സംഭവം കേസിൽ നിലനിൽക്കുമോ? ഒരിക്കലും നിലനിൽക്കില്ല എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. അതായത് ഒരാൾ എഴുതി കൊടുക്കണം, ഇവിടെ തന്ത്രി രാജീവ് കണ്ഠര് എഴുതി കൊടുക്കണം. ആരുടെ പെർമിഷൻ കിട്ടി? ദേവൻ്റെ അടുത്ത് നിന്ന് അനുമതി കിട്ടിയ ശേഷം എഴുതി കൊടുക്കണം ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ എല്ലാം കൊണ്ടുപോയി സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത്. അങ്ങനെ എഴുതി കൊടുക്കാത്തടത്തോളം കാലം ഈ രാജീവ് കണ്ഠരെ ഒരു കാരണവശാലും പ്രതിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ് അർത്ഥം. അതായത് രാജീവ് കണ്ഠർക്കെതിരെ ശക്തമായ യാതൊരു തെളിവുമില്ല. അവിടെ അദ്ദേഹം വരാറുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണാറുണ്ട്. അങ്ങനെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ധാരാളം ആളുകളെ ഉണ്ണികൃഷ്ണൻ പോറ്റി കാണുന്നുണ്ടല്ലോ. ജയറാമിനെ കണ്ടില്ലേ, ജയറാമിൻ്റെ വീട്ടിൽ പോയില്ലേ, അങ്ങനെ തുടങ്ങിയ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവിടെ അവിടെ അങ്ങനെ ഒന്നും തെളിവില്ല.
അതായത് അദ്ദേഹം ഈ ലെറ്റർ പേഡിൽ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ പ്രതിയാക്കാൻ പറ്റുള്ളൂ. ഇത് നേരത്തെ SIT ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഈ സന്ദർഭത്തിലാണ് രാഹുൽ ഈശ്വർ പറയുന്നത് ശരിയാണെന്നുള്ള വാദം നമ്മൾ അംഗീകരിക്കേണ്ടി വരുന്നത്. അതായത് ഈ കേസിൽ മൗനാനുവാദം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസിൽ രാജീവ് ഖണ്ഡറെ പ്രതിയാക്കാൻ യാതൊരു നിയമപരമായി തെളിവ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം പറ്റില്ല എന്നുള്ളതാണ് സത്യം. അതായത് BNSSൻ്റെ എവിഡൻസ് ആക്ട് പ്രകാരം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള യോഗ്യതയുള്ള കാര്യമല്ല എന്നുള്ളതാണ് അർത്ഥം. കാരണം ഒരാൾ മൗനാനുവാദം കൊടുത്തു എന്ന് പറയുന്ന നേരം അദ്ദേഹം അതിൽ പ്രതിയാണെന്ന് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല. ഗൂഢാലോചനയിൽ വരണമെങ്കിൽ, മറ്റുള്ള കാര്യങ്ങൾ വരണമെങ്കിൽ അദ്ദേഹം ഇൻവോൾവ് ആവുന്ന രേഖകൾ വേണം. അങ്ങനെ ഒരു സംഭവമേ ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടാതെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ പ്രതിയാക്കിയിരിക്കുന്നത്. അതായത് അദ്ദേഹം തിരിച്ച് കേസ് കൊടുത്താൽ വാദി പ്രതിയാകും. അവസാനം ഈ വെങ്കടേഷ് തന്നെ നേരിട്ട് വന്നുകൊണ്ട് ഈ പോലീസിനകത്ത് പ്രതിയാക്കി വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വാദി പ്രതിയാകുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. രാജീവ് ഖണ്ഡറെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ യാതൊരു തരത്തിലുള്ള പ്രതിയാക്കാനുള്ള തെളിവുകളില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അധികം കൃത്യമായി മുന്നോട്ട് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നന്ദി, നമസ്കാരം.